നഴ്സുമാരുടെ അനിശ്ചിതകാല സമരം നടത്തിയാൽ ആരോഗ്യ മേഖലയിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ അൻവർ മുഹമ്മദ് അലി പറയുന്നത്. മിനിമം വേതനം 40,000 രൂപയാക്കുക എന്നത് ചെറുകിട ആശുപത്രികളുടെ നിലനിൽപ്പിനെ ബാധിക്കും. പുതിയ ലേബർ കോഡ് വന്നതോടെ മിനിമം വേതനം എന്നതിൽ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വിശദമായ പഠനത്തിന് ശേഷം മാത്രമേ സർക്കാർ തീരുമാനമെടുക്കാവൂ എന്നും അൻവർ മുഹമ്മദ് അലി മീഡിയ വണ്ണിനോട് പറഞ്ഞു. അനിശ്ചിതകാല സമരത്തിലേക്ക് മാറുമ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധി നേരിടും എന്നുള്ളതിൽ സംശയമില്ല. ഇതിൽ രണ്ട് കാര്യമുണ്ട്. മിനിമം വേജസിന് നിലവിൽ രാജ്യത്തൊരു കുറേ നിയമങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു പ്രതിസന്ധി മുന്നിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ തൊഴിൽ നിയമങ്ങളെല്ലാം ഇപ്പോൾ കഴിഞ്ഞ നവംബർ 21, അതായത് 2025 നവംബർ 21 പുതിയ ലേബർ കോഡുകൾ നിലവിൽ വന്ന സ്ഥിതിക്ക് പഴയ ആക്റ്റുകളൊക്കെ റിപ്പീൽ ചെയ്തു പോയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് അതിനുള്ള റൂൾസ് നിലവിൽ വന്നിട്ടില്ല. അത് തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് കാരണം അത് ഗവൺമെൻറ് മാറ്റിവെച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അതാണ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള ഒരു പ്രതിസന്ധി നമ്മൾ മനസ്സിലാക്കുന്നു. പുതിയ ലേബർ കോഡ് അനുസരിച്ചാണ് ഇനി ഈ പുനഃസംഘടനയും ഇതൊക്കെ വേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇതിൽ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് നമുക്ക് ഈ മേഖലയിലുള്ള വിദഗ്ധരും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ വിശദമായി പഠിച്ചുകൊണ്ടുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കേണ്ടതുണ്ട്. ഒരു ഭാഗം മാത്രം നോക്കിയതുകൊണ്ട് ഹോസ്പിറ്റലുകളുടെ നടത്തിപ്പ് മുന്നോട്ട് പോവില്ല. ശമ്പളം 40,000 അല്ലെങ്കിൽ അതിന് മേലെയും കൊടുക്കാൻ നമുക്ക് പ്രയാസമില്ല. പക്ഷേ പ്രൈവറ്റ് മേഖലയ്ക്ക് ഒരു പൈസ പോലും ഒരു ഭാഗത്തു നിന്നും അതിൻ്റെ സബ്സിഡിയോ അല്ലെങ്കിൽ അതിൻ്റെ സഹായങ്ങളോ ഗ്രാൻറ്റോ ഒന്നും നൽകുന്നില്ല ഗവൺമെൻറ്റോ മറ്റ് ഏജൻസികളോ. അപ്പോൾ ഇത് മുഴുവൻ കണ്ടെത്തേണ്ടത് പൊതുജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വരുന്ന രോഗികളിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ അർത്ഥം അതനുസരിച്ച് രോഗി പരിചരണത്തിന് ഉള്ള ബാധ്യത കൂടുക എന്നുള്ളത്, അതായത് ബില്ലുകൾ കൂടുക, റേറ്റുകൾ കൂടുക എന്നുള്ളതിലേക്കായിരിക്കും. അപ്പോൾ അത് പൊതുജനത്തെ ബാധിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് കൂടിയാണ് നമ്മളിവിടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് രണ്ട് വശവും നോക്കേണ്ടി വരുന്നത്. കാരണം പൊതുജനങ്ങൾ ആശുപത്രിയിൽ വരുമ്പോൾ അത് അവർക്ക് വളരെ വലിയ ഭീമമായ സംഖ്യ ബില്ല് വരുമ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടാവാതെ നോക്കേണ്ടതും കൂടി നമ്മുടെ ബാധ്യതയാണ് എന്നുള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇനി വരാൻ പോകുന്നത് ഏറ്റവും വലിയ സ്ഥാപനങ്ങൾക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റാവുന്ന ഒരു സംഗതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലല്ല ആക്ട്, അത് ആയിക്കഴിഞ്ഞു. ആക്ടിൻ്റെ കീഴിൽ അതിനൊരു സ്റ്റാൻഡേർഡ്സ് വന്നിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് നോക്കുമ്പോൾ ചെറിയ ആശുപത്രികൾക്ക് അത് നടപ്പിലാക്കാൻ വലിയ പ്രയാസങ്ങളുണ്ടാവും. അതിൻ്റെ മാൻ പവർ, അതിൻ്റെ മറ്റു കാര്യങ്ങൾ, അതിനുള്ള ചെലവുകൾ, അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായിട്ട് കൂടും. പല സംവിധാനങ്ങളും ചെറിയ ഹോസ്പിറ്റലുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഒന്നുകിൽ അത് ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ചെലവുകൾ അധികരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അടച്ചുപൂട്ടി പോകേണ്ടി വരും. ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ വളരെ സജീവമായി KPH കുറേ നിർദ്ദേശങ്ങൾ വെച്ചതൊന്നും ഉൾക്കൊണ്ടിട്ടില്ല. ഇപ്പോൾ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇതിൽ വലിയൊരു ഇഷ്യൂ ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാതെ മാറി നിൽക്കേണ്ട അവസ്ഥ വന്നത്. അതാണ് ഈ കുറച്ച് കഴിയുമ്പോൾ ഈ ഹോസ്പിറ്റലുകളെല്ലാം ചെറിയ ഹോസ്പിറ്റലുകൾ പൂട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.